ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെയുള്ള കുറച്ച് ചെടികളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇങ്ങനെ ഇവൻ എൻ്റെ കൂടെ ഇത്രയും നാൾ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തത് ഇവനാണ്, ചെമ്പരത്തി പൂവ. എത്ര നാളായെന്നറിയുമോ എൻ്റെ കൂടെ നിന്നിട്ട്? ഒരു 5 വർഷമെങ്കിലായിക്കാണ് ഇവൻ എൻ്റെ കൂടെ നിന്നിട്ട്. ഞാൻ അത്രയും സ്നേഹത്തോടെ പരിപാലിച്ച് വളർത്തുന്നത്. സമ്മർ ടൈം ആകുമ്പോൾ ഞാൻ പുറത്തെടുത്ത് വയ്ക്കും, നന്നായിട്ട് പൂക്കളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് പൂക്കളൊക്കെ വന്ന് ആസ്വദിക്കും. വീണ്ടും സമയമാകുമ്പം വീണ്ടും ഇവനെ എടുത്ത് അകത്തോട്ട് വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ച് കാത്തോത്ത് 5 വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും വിചാരിക്കും ചെമ്പരത്തി പൂവ് തലയിൽ വെക്കാറുണ്ട്, പക്ഷെ അതൊരു പ്രത്യേക സന്തോഷമാണ് അതിനകത്ത് പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ. പിന്നെ ഒരെണ്ണമുണ്ട്, ഇതെൻ്റെ മാതളങ്ങ. ആദ്യമായിട്ട് നമ്മൾ ഒരു ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാതളങ്ങയുടെ ചെടി ഞാൻ കാണുന്നത്. ചെടീനെ കുറിച്ചുള്ള പ്രേമം ആദ്യം എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിച്ച് നമുക്ക് യുറീക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, നാട്ടിൽ പഠിച്ചവർക്കറിയാം. യുറീക്ക എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് ക്യൂസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് നമുക്കെന്താ പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് അതിൽ ഞാൻ സംസ്ഥാന തല വരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം എനിക്ക് കൊണ്ടായിരുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇലകളെക്കുറിച്ച് പഠിക്കാനാണ്. അങ്ങനെ ഞാൻ കുറേ ഇലകൾ ശേഖരിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ ചെടികളെക്കുറിച്ച് സ്നേഹിക്കാനും അതിൻ്റെ വളർച്ചയൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പം അതിലൊരു ചെടിയാണ് ഈ മാതളങ്ങ. ഞങ്ങളുടെ അവിടെയൊന്നും മാതളങ്ങയില്ല. മാതളങ്ങ ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. 25 വർഷങ്ങളുടെ മുമ്പുള്ള കാര്യമാണെങ്കിൽ പറയണേ. അപ്പോൾ എൻ്റെ പപ്പയുടെ ഒരു കസിനുണ്ട്, ബേബി ആൻറ്റിയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് മാതളങ്ങ ചെടി ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അന്ന് ആൻറ്റി പറയുന്നത് എന്താ പറയുക, ഈ എനിക്ക് നമുക്ക് നമ്മൾ പിള്ളേരൊക്കെ ആയിരിക്കുമ്പോഴത്തേനും വയറുവേദനയുള്ള സമയത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഈ മാതളങ്ങയുടെ തോട് അരച്ച് അത് കാച്ചി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൻറ്റി എനിക്ക് കൊണ്ടുവന്ന കുറച്ച് മാതളങ്ങയുടെ വിത്ത് ഞാൻ വീട്ടിൽ ഇട്ട് മുളപ്പിച്ച് എൻ്റെ വീട്ടിലുണ്ടായ മാതളങ്ങയായിരുന്നു. പിന്നെ അത് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേനും ജിജോപ്പയുടെ വീട്ടിൽ വളർത്തി, അതും വളർന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മാതളങ്ങയുടെ വിത്തിട്ട് മുളപ്പിച്ച ഇപ്പോൾ ഒരു 5-6 വർഷമൊക്കെ ആയിക്കാണും. അതിനും കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. മാതളങ്ങയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ വേദ നീ പൂ വിട്ടൊന്ന് കായിട്ട് കായ്ക്കണേ, എങ്കിലേ ഇവരെല്ലാവരും വിശ്വസിക്കത്തുള്ളൂ നീ മാതളങ്ങയാണെന്ന്. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവനാണ്. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനെക്കുറിച്ച് എന്താ പറയുക, ഇത് ചെമ്പിലെന്നല്ലേ പറയുന്നത്, ചേമ്പലയാണ് ഇത്. ഇവൻ എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ പേര് ആൻസി പിൻഡോ. അവർ പുതിയതായിട്ട് ഇവിടെ മലയാളി കട തുടങ്ങിയപ്പോഴത്തേന് എന്താ പറയുക, ആ കടയിൽ ആദ്യമായിട്ട് കുറച്ച് പച്ചക്കറികൾ വന്നപ്പോൾ ഞാൻ ആ പച്ചക്കറി വാങ്ങിക്കാൻ പോയ സമയത്ത് ഒരു ചേമ്പിൻ്റെ കുഞ്ഞു സാധനം അവിടെ ഇങ്ങനെ കൂമ്പൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നു. അപ്പം എനിക്ക് അതിനോട് വിഷമം തോന്നി. പാവം, അതിനെ ആരെങ്കിലും എടുത്ത് കളയാനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ചെറുക്കനോട് ചോദിച്ചു, ഞാനിത് എടുത്തോട്ടെ എന്ന്. ആ കൊച്ചു ഒരു കുഴപ്പമില്ലാണ്ട് എടുത്തോളാൻ പറഞ്ഞു. അവനെ കൊണ്ട് വളർത്തി. ഇതിപ്പോൾ ഒരു 2-3 വർഷമായിക്കാണ് ഇവനിങ്ങനെ ആയിട്ട്. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇവനിങ്ങനെ വെള്ളം ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ കിടക്കും. ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ വെള്ളം കണ്ടോ, അയ്യോ, ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ. അശോ, കണ്ട ചേമ്പിൽ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണമേ, ഞങ്ങൾ ട്യൂഷൻ പഠിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വയലിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോഴും അതുവഴി പോകുമ്പോഴത്തേനും ഇങ്ങനെ ചേമ്പിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വെച്ച് തട്ടി കളിച്ചിട്ടൊക്കെ പോകുന്നത്. അതാണ് ഇവനാണ്. വേറൊരുത്തെ ഇനിയും കുറേ ചെടികളുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ പയ്യെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇപ്പോൾ ഈ 3 പേര് എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു 3-4 വർഷമായി. ഇപ്പോൾ ഇവന്മാരെ ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച് വളർത്തുന്നുണ്ട്. അവരെന്നെ തിരിച്ച് സൂക്ഷിച്ച് സന്തോഷിപ്പിക്കാറുണ്ട്. താങ്ക് യു.